ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുന്നതിനെ പറ്റിയാണ് സംസാരിച്ചതല്ലേ? എല്ലാവരും ഗോൾ സെറ്റ് ചെയ്ത് വെച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. എല്ലാവരും ഒരു പേപ്പറും പേനയും എടുത്ത് റെഡിയായി എഴുതിയെടുക്കണം. ഇത് വെറുതെ കേട്ടിട്ട് പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് യൂസ് ഒന്നുമില്ല. ഓക്കെ, പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ടെക്നിക്സൊക്കെ ഞാൻ എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്ത് റിസൾട്ട് കിട്ടിയതാണ് കേട്ടോ. ലൈഫിൽ ഞാൻ അപ്ലൈ ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ ചാനലിൽ പറയുന്നത്. അല്ലാതെ വേറെ എവിടെ നിന്നൊക്കെയോ കണ്ടോ കേട്ടോ അങ്ങനത്തെ ടെക്നിക്സ് ഒന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസിച്ച് ചെയ്യാം. പിന്നെ ഒരു കാര്യം കൂടെ, ഈ എനിക്ക് ചേഞ്ച് ആകാം എന്നുണ്ടെങ്കിൽ ലോകത്തിലെ ആർക്കും ചേഞ്ച് ആകാം. അതായത് ട്രാൻസ്ഫർമേഷൻ സംഭവിക്കാം. ഞാൻ എന്തോ വലിയ സംഭവമായി മാറി എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. എന്നാലും എൻ്റെ ലൈഫ് പഴയതിൽ നിന്നും ഒരുപാട് ട്രാൻസ്ഫോം ആയിട്ടുണ്ട്. എൻ്റെ ട്രാൻസ്ഫോർമേഷൻ സ്റ്റോറീസൊക്കെ ഞാൻ പിന്നീട് എൻ്റെ വീഡിയോസിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് പോയിൻ്റ് ഗോൾ സെറ്റ് ചെയ്യുന്നതായിരുന്നു. സെക്കൻഡ് വൺ, നിങ്ങൾ എന്നും അത് രാവിലെ ഉണർന്നതിന് ശേഷവും രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപും എഴുതി വച്ചിരിക്കുന്ന ഗോൾസ് വായിക്കുക. കാരണം നമ്മളൊക്കെ മനുഷ്യരല്ലേ. ഒരു 3-4 ഗോൾസൊക്കെ എഴുതി വെച്ചിട്ട് 2-3 ദിവസം കഴിയുമ്പോൾ പതുക്കെ അതിൽ നിന്നൊക്കെ നമ്മുടെ മനസ്സങ്ങ് മാറിപ്പോകും. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിരിക്കും, TV കാണുന്നു, നാട്ടിലെ ന്യൂസുകൾ. അതിനിടയ്ക്ക് നമ്മൾ നമ്മളുടെ ഗോൾസിനെ പറ്റി അങ്ങ് മറന്നു പോകും. നമ്മുടെ ബ്രെയിനിനെ അങ്ങനെ അഴിച്ചുവിട്ട കാളയുടെ കൂട്ട് വിടരുത് കേട്ടോ. അതിനെ പിടിച്ചു നിർത്തുക എന്നുള്ളത് നിങ്ങളുടെ ചുമതലയാണ്. അത് നിങ്ങൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് എന്നും ഡെയിലി നിങ്ങൾ അത് വായിക്കുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിന് നിർദ്ദേശം കൊടുക്കുകയാണ്, ഇതാണ് എൻ്റെ ലക്ഷ്യം, ഇതാണ് എൻ്റെ ഗോൾ, ഇതുവഴിയാണ് എനിക്ക് പോകേണ്ടത്. അങ്ങനെ നിങ്ങൾ എന്നും ഇത് ചെയ്യുന്ന ഉടനെ നിങ്ങളുടെ ബ്രെയിൻ ആ ഗോൾസിനനുസരിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പ്രവർത്തിച്ചു തുടങ്ങും. പിന്നെ ഗോൾസ് വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഗോൾസ് വായിക്കുമ്പോൾ ജസ്റ്റ് നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് നെഞ്ചിൽ വെച്ച് നിങ്ങളുടെ ഗോൾസ് നടന്നതായിട്ട് ഒരു 3-4 സെക്കൻഡ്സ് അത് നടന്നു കഴിയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം അതെങ്ങനെയായിരിക്കും അങ്ങനെ ഫീൽ ചെയ്തുകൊണ്ട്, അതൊന്നും ഒത്തിരി നേരമൊന്നും വേണ്ട, ഒരു 4 സെക്കൻഡ്സ് വിഷ്വലൈസ് ചെയ്യുക. എന്നിട്ട് അത് നടന്നതിന് ഫീലിങ്സോടെ താങ്ക്സ് പറയുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ജോബാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ആ ഗോൾ ലഭിച്ചതിന് ശേഷം ആ ഗോൾ വായിച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ നെഞ്ചിൽ കൈവച്ച് ആ ജോബിൻ്റെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടും നിങ്ങൾ സന്തോഷിച്ചുകൊണ്ട് തുള്ളിച്ചാടുന്നതായിട്ട് ഫീൽ ചെയ്തുകൊണ്ട്, എനിക്ക് ഈ ജോബ് കിട്ടിയതിന്, ഞാൻ ആഗ്രഹിച്ചതുപോലെയുള്ള ജോബ് കിട്ടിയതിന് താങ്ക് യു സോ മച്ച് എന്ന് ഫീൽ ചെയ്തുകൊണ്ട് പറയുക. ഫീലിംഗ് ആണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ എന്താണ് പറയുന്നത് എന്നുള്ളതിലല്ല, നിങ്ങളുടെ മനസ്സിൽ എന്താണ് ഫീൽ ചെയ്യുന്നത് അതാണ് സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് ഫീലിങ്സ് കൊടുത്തുകൊണ്ട് തന്നെ പറയാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഇതുകൊണ്ട് കഴിഞ്ഞോ? ഇതുകൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഇവിടെയാണ് പലർക്കും ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്സൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന 95% ആളുകൾക്കും പറ്റുന്നൊരു തെറ്റ്. ഇവിടെ കൊണ്ട് നിർത്തും. ഏതെങ്കിലും ഒരു ദിവസം ഇതെല്ലാം അങ്ങ് സംഭവിക്കുമെന്നോർത്ത് പ്രതീക്ഷിച്ച് നാളുകൾ കടന്നു പോകും. കാര്യങ്ങൾ എന്തെങ്കിലും നടക്കുമോ? ഇല്ല. അപ്പോൾ പറയും, ഇതൊക്കെ വെറുതെയാണ്, ഞാൻ വിഷ്വലൈസ് ചെയ്തു, ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു, ഒന്നും ഇതുവരെ നടന്നില്ല എന്ന്. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. നോട്ട് ചെയ്യുക. നിങ്ങൾ എഴുതി വച്ചിരിക്കുന്ന ഗോൾസ് ഉണ്ടല്ലോ, അതിൽ ഏറ്റവും മെയിനായിട്ട് ആദ്യം നടക്കേണ്ടത് ഏത് ഗോളാണെന്ന് സെലക്ട് ചെയ്യുക. ചിലപ്പോൾ 1-2 ഗോൾസ് അത് പെട്ടെന്ന് നടക്കേണ്ടതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് രണ്ടും സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് എന്ന് പറയുന്നത്, ഗോൾസിന് വേണ്ടി നമ്മൾ എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു ചെറിയ സ്റ്റെപ്പെങ്കിലും ചെയ്തിരിക്കണം. ഒരു വലിയ മലയുടെ മുകളിൽ ചെല്ലാൻ എന്തായാലും ചെറിയ സ്റ്റെപ്പുകൾ വെച്ച് കയറണം. ഒറ്റയടിക്ക് ചാടിക്കയറാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുൻപ് ഒരു ടുഡേ ലിസ്റ്റ് തയ്യാറാക്കാം. നാളെ എൻ്റെ ഈ ഗോളിന് വേണ്ടി ഞാൻ ഇന്ന കാര്യം ചെയ്യും, ഒരേ ഒരു സ്റ്റെപ്പ് മാത്രം. അങ്ങനെ എല്ലാ രാത്രിയിലും നിങ്ങൾ ഓരോ കാര്യങ്ങൾ എഴുതുന്നു, അടുത്ത ദിവസം ചെയ്യുന്നു. ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ എഴുതി വച്ചിരിക്കുന്ന ടാസ്കിന് നേരെ ടിക്ക് ചെയ്യുക. അങ്ങനെ ഒരു മാസമൊക്കെ ചെയ്ത് നോക്കിയേ,
നിങ്ങൾ ആ ഗോളിനടുത്തെത്തിയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ആ ഗോൾ ഓൾറെഡി അച്ചീവ് ചെയ്തിരിക്കും. ഇങ്ങനെയാണ് ഗോൾ അച്ചീവ് ചെയ്യേണ്ടത്. പ്രതീക്ഷയല്ല വേണ്ടത്, പ്രോപ്പർ പ്ലാനിംഗ് ആണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, പിന്നെ എന്തിനാണ് ഗ്രാറ്റിറ്റ്യൂഡും വിഷ്വലൈസേഷനും ഒക്കെ ചെയ്തതെന്ന്. ഈ ടെക്നിക്കൊക്കെ നിങ്ങളുടെ ബ്രെയിനിന്, നിങ്ങളുടെ മനസ്സിന് ഒരു പോസിറ്റീവ് എനർജി നൽകാനും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങളുടെ ഗോൾസ് ഓൾറെഡി അച്ചീവ് ചെയ്ത് കഴിഞ്ഞു എന്നൊരു തോട്ട് ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയാണ്. നിങ്ങൾ നിരന്തരം ഗോൾസിനെ പറ്റി വിഷ്വലൈസ് ചെയ്തും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞും ഇരുന്നാൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് വിശ്വസിക്കും. അത് എങ്ങനെയെങ്കിലും നിങ്ങളിലേക്ക് എത്തിച്ചു തരാനുള്ള ശ്രമവും തുടങ്ങും. പിന്നീട് അങ്ങോട്ട് നിങ്ങൾ ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ സ്റ്റെപ്പുകൾ ചെയ്തു തുടങ്ങണമെന്ന് നിങ്ങളുടെ ബ്രെയിൻ കാണിച്ചു തരും. അതാണ്, ഒരു കാര്യം നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നേടിയെടുക്കാൻ നമ്മളുടെ ബ്രെയിൻ സഹായിക്കും. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ലൈഫിൽ അപ്ലൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുക. താങ്ക് യു.